നമസ്കാരം. പ്രധാന വാർത്തകൾ. റിമൽ ഇന്ന് കരതൊടും. കേരളത്തിൽ മഴ തുടരും. സംസ്ഥാനത്ത് ഇന്നും മഴ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. നിലവിൽ മറ്റ് ജില്ലകളിൽ മുന്നറിയിപ്പില്ല. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട റീമൽ ചുഴലിക്കാറ്റ് ഇന്ന് കരതൊടും. പശ്ചിമ ബംഗാളിന്റെയും ഒഡീഷയുടെയും തീരങ്ങളിലാകും ചുഴലിക്കാറ്റ് കരതൊടുക. 110 മുതൽ 135 കിലോമീറ്റർ വരെ വേഗത്തിൽ ചുഴലിക്കാറ്റ് കരയിലെത്തുമെന്നാണ് മുന്നറിയിപ്പ്. പശ്ചിമ ബംഗാളിലും ഒഡീഷയിലും ബംഗ്ലാദേശിലും കനത്ത മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിനെ തുടർന്ന് കൊൽക്കത്ത വിമാനത്താവളം 21 മണിക്കൂർ അടച്ചിടും. ഗെയിം സോണിലെ തീപിടുത്തം. മരണസംഖ്യ 28 ഉയർന്നു. ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിമിംഗ് സെന്ററിലെ തീപിടുത്തത്തിൽ മരണസംഖ്യ 28. ഇതിൽ 12 പേർ കുട്ടികളാണ്. ഗെയിം സോൺ പൂർണ്ണമായും കത്തിനശിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കിയതായും രക്ഷാപ്രവർത്തനം തുടരുന്നതായും ദൗത്യസംഘം വ്യക്തമാക്കി. പരിക്കേറ്റവരെ രാജ്കോട്ടിലെ സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ അവസ്ഥയിലായതിനാൽ തിരിച്ചറിയുന്നതിനായി DNA പരിശോധന നടത്താനുള്ള സജ്ജീകരണങ്ങൾ പുരോഗമിക്കുകയാണ്. ലോറി ബൈക്കിലിടിച്ച യുവാവിന് ദാരുണാന്ത്യം. കോഴിക്കോട് ലോറി ബൈക്കിലിടിച്ച യുവാവിന് ദാരുണാന്ത്യം. കോഴിക്കോട് കണയങ്കോട് കൂട്ടോത്താണ് ഇന്ന് പുലർച്ചെ അപകടം നടന്നത്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കുട്ടികളുടെ ആശുപത്രിയിൽ തീപിടുത്തം. 6 നവജാത ശിശുക്കൾ വെന്തുമരിച്ചു. 6 കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി. ഒരു കുഞ്ഞടക്കം 6 പേർ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. ഈസ്റ്റ് ദില്ലി വിവേക് വിഹാറിലെ ആശുപത്രിയിലാണ് തീപിടുത്തമുണ്ടായത്. ചുഴലിക്കാറ്റ് ജാഗ്രത. വിമാനത്താവളം അടുത്ത 21 മണിക്കൂർ അടച്ചിടും. കൊൽക്കത്ത വിമാനത്താവളത്തിൽ അടുത്ത 21 മണിക്കൂറിൽ വിമാന സർവീസുകൾ റദ്ദാക്കും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കുന്ന നിയന്ത്രണം തിങ്കളാഴ്ച രാവിലെ 9 വരെ നീളും. പശ്ചിമബംഗാൾ തീരത്ത് റിമൽ ചുഴലിക്കാറ്റ് കരതൊടാൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് നടപടി.